ഹലോ ഗൈസ്, എല്ലാവർക്കും മമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ കുട്ടികളിനെയൊക്കെ സ്കൂളിലേക്കൊക്കെ ആക്കി ഞാനും ഏട്ടനും കൂടി പാലക്കാട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി പാലക്കാട് വന്നതാണ്. 2-3 കാര്യങ്ങളുണ്ട് ഇന്ന്. അപ്പോൾ അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നു. ഏട്ടൻ അവിടെ ഒരു ഓഫീസിൽ ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്യണം, ഒരാളിനെ കാണാൻ വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ അകത്ത് കയറുന്നതിന് മുമ്പ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഇങ്ങനെ പുറത്ത് നിന്നതാണ്. ബസ്സിൻ്റെ സൗണ്ട്. പിന്നെ ഞാൻ ഓഫീസിനുള്ളിൽ കയറി. ഞാനിതാ വീഡിയോ എടുക്കുമ്പോൾ ഏട്ടൻ വന്നു. അപ്പം ഞാൻ വീഡിയോയിൽ നിൽക്കണില്ല എന്നൊക്കെ കംപ്ലൈൻ്റ് ആണല്ലോ. അപ്പോൾ ആൾ നന്നായി നോക്കുകയാണ്. അപ്പോൾ ഞാനത് കണ്ടിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ ആൾ ഇതാ ഞങ്ങൾ രണ്ടാളും ഏട്ടനൊരാളിനെ കാണണം പറഞ്ഞു. അപ്പോൾ ആളിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ആളിനെ കണ്ട് കുറച്ച് നേരം ഏട്ടന് എന്തോ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, ഇറങ്ങി. വിക്ടോറിയ കോളേജ്, ഇതാണ് പാലക്കാട് വിക്ടോറിയ കോളേജ്. പിന്നെ നമ്മളുടെ PMG ഇതിൻ്റെ റൈറ്റ് സൈഡാണ്. വിക്ടോറിയ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോവാണ്. ഞാൻ പഠിച്ച സ്കൂൾ മോയിൻസിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പണം എടുക്കാനുള്ള കുറേ പലിശകൾ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പോയി അതിനുശേഷം ഒരു ഡ്യൂട്ടി പേ ഷോപ്പിൽ കയറി. ഏട്ടൻ എന്തോ ലോഷനോ എന്തോ നോക്കണം എന്ന് പറഞ്ഞിട്ട് കയറിയപ്പോൾ ഞാനും അവിടെ നോക്കുകയാണ്. ഓരോ ഐറ്റംസും എല്ലാം വേണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഇങ്ങനെ നോക്കി വെച്ചു. അതിനുശേഷം ആൾ ലോഷൻ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നമുക്ക് ലോഷനൊന്നും വേണ്ട. ആൾ കുറച്ച് ബോഡി ലോഷൻ്റെ ആശാനാണ്. ഞാൻ വെറുതെ പോപ്പിൻ്റെ നെയിൽ പോളിഷ് ഒന്ന് നോക്കി. റേറ്റ് കണ്ടപ്പോൾ അവിടെ തന്നെ വെച്ചു. മിനിമം 50 രൂപ, അതിൽ കൂടുതൽ റേറ്റൊന്നും ഞാൻ നെയിൽ പോളിഷിന് എടുക്കില്ല. അത്രയ്ക്കൊക്കെ എടുക്കുള്ളൂ. കാരണം നമ്മൾ സാധാരണ 30 രൂപയുടെ നെയിൽ പോളിഷ്, 25 രൂപയുടെ നെയിൽ പോളിഷ്, ഇതൊക്കെ ഞാൻ മേടിക്കുള്ളൂ. കാരണം ഞാൻ അങ്ങനെ ഡെയിലി മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ എന്തിനും ഇത്ര വലിയ റേറ്റുള്ളത് എടുക്കണം എന്ന് വെച്ചിട്ട് അതെടുക്കില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഏട്ടൻ താഴെ ഒരു ചെറിയൊരു കട, ഒരു അച്ഛൻ, അപ്പോൾ അവരുടെ ടൈലർ ഷോപ്പിൽ ഇവിടെയാണ് പാൻറ്റൊക്കെ അടിക്കുക. അപ്പോൾ അവിടെ ഒന്ന് ഷേപ്പാക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഇങ്ങനെ പാൻറ്റിൻ്റെ എന്തോ ലൂസോ അര ലൂസായി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഷേപ്പാക്കി അത് തന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ഇതെല്ലാം ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോയി. ഫുഡ് അടിക്കാൻ പോയത് NMR പോവാന്ന് പറഞ്ഞിട്ട് അയാൾ NMR പോവാം. എനിക്കിഷ്ടമല്ല കൈസ് ഇവിടെ. കാരണം എന്താണെന്നറിയോ, ഫസ്റ്റൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഫസ്റ്റ് NMR ആ സ്റ്റാർട്ടിങ്ങിലൊക്കെ നല്ല ടേസ്റ്റും നല്ലതുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴൊക്കെ ഇത്, അതായത് നമ്മൾ വേറെ ഇപ്പോൾ കൊപ്പം ഉമ്മാസ് ബിരിയാണി ഉണ്ട്. അവിടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് റൈസും കഴിക്കാനൊക്കെ. പക്ഷേ ഇതൊക്കെ വെറും പേര് മാത്രമേ ഉള്ളൂ. ബിരിയാണി കഴിക്കാം എന്ന് മാത്രം, അല്ലാതെ ഈ പേരിലുള്ളത്ര ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഈ ബിരിയാണിക്കില്ല. ഞാൻ പിന്നെ എന്തായാലും ഏട്ടൻ്റെ താല്പര്യപ്രകാരം മാത്രം പോയതാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ NMR പോവില്ല. കാരണം എനിക്ക് NMR ബിരിയാണി ഇഷ്ടമല്ല. അവിടെ കൊടുക്കണ ആ ഹൈപ്പൊന്നും ആ ബിരിയാണിക്ക് ടേസ്റ്റേ ഇല്ല. സാധാരണ വേറെ നോർമൽ കടകളിൽ പോയാലടക്കം ഇതിനെക്കാട്ടും നല്ല ബിരിയാണി കഴിക്കാൻ പറ്റും. സെയിം റേറ്റിന് തന്നെ, റേറ്റിനോ കാര്യങ്ങൾക്കോ ഒരു വ്യത്യാസമില്ല. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടുത്തെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞ് ഫുഡടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോവുകയാണ്. ഞങ്ങൾ നേരെ പോയത് എവിടേക്കാണെന്നറിയോ? പിന്നെ പാലക്കാടുള്ള പണിയൊക്കെ കഴിഞ്ഞല്ലോ, ലുലുവിലേക്ക് പോയി. ലുലുവിലേക്ക് പോയി. ഞങ്ങൾ ലുലു എന്നാ പറയുള്ളൂ. പക്ഷേ ലുലു എന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പം ഞങ്ങൾ അവിടെ പോയി അങ്ങനെ ഒരുപാട് പർച്ചേസിങ്ങിനല്ല പോയത്. ശരിക്കും ഞങ്ങൾ പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ലുലുവിൻ്റെ സ്പെഷ്യൽ കേക്ക്സ് ഉണ്ട്. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. അവിടുത്തെ ബ്രെഡായാലും ശരി, സാൻഡ്വിച്ച് ബ്രെഡും അതുപോലെ ചീസിൻ്റെ അങ്ങനെയുള്ള കുറേ ബ്രെഡ് ഉണ്ട്. വെറൈറ്റി ബ്രെഡ്സൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ബ്രെഡും പിന്നെ കേക്കും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ എടുത്തു. അവിടുത്തെ കേക്ക് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങളിവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ നോക്കല്ലേ. അപ്പോൾ അവിടെ സെക്ഷനിൽ നിൽക്കുന്ന ചേച്ചിയില്ലേ, വിചാരിച്ചു ഞങ്ങൾ വലിയ കേക്കൊക്കെ എടുക്കുന്നു. അപ്പോൾ അവർ ഞങ്ങൾക്ക് ഹണി കേക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. ചേട്ടാ സാറേ ഇങ്ങോട്ട് വരൂ, ഈ ടേസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ വെറുതെ കിട്ടുകയാണല്ലോ, ടേസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും മെനക്കെട്ട് പോയി നിന്ന് ഓരോ പീസ് അവർ തരുന്നു ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്നു.
ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഹണി കേക്ക് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചു. അതും ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തന്നത് കണ്ടാവുന്ന എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല. എനിക്ക് സാധാ നമ്മളുടെ വേറെ കേക്കിൻ്റെ അത്ര ടേസ്റ്റും കൂടി ഇത് തോന്നിയില്ല. അങ്ങനെ ഹണി കേക്ക്, പിന്നെ സെയിം അതേ ഇതിൻ്റെ തന്നെ ഫ്ലേവർ വ്യത്യാസത്തിൽ വേറൊരു കേക്കും, അങ്ങനെ 2 ഫ്ലേവർ ഞങ്ങൾക്ക് തന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി ബില്ലടിക്കാൻ വേണ്ടി പോയി. അല്ലാതെ നമ്മളിപ്പോൾ ഇത്ര വില കൊടുത്താൽ കേക്കൊന്നും മേടിക്കില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ അടിക്കാൻ നിന്നോ. ഞങ്ങൾ മേടിച്ചത് ബ്രെഡ്, കേക്ക്, ബ്രോസ്റ്റഡ്, ഇതൊക്കെ അവിടെ മേടിക്കാം. ഇതൊന്നും നമുക്ക് നഷ്ടം വരില്ല അവിടെ നിന്ന് മേടിച്ചാൽ. കാരണം ബ്രെഡാണെങ്കിലും കേക്കുകളാണെങ്കിലും ലുലുവിൻ്റെ കേക്കൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ അടിച്ച് ബിഗ് ഷോപ്പർ വേണോ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ കയ്യിൽ പിടിക്കുക ചേട്ടാന്ന് പറഞ്ഞ്, ഞാൻ അതിന് വേറെ പൈസ കൊടുക്കണ്ടേ. അങ്ങനെ അതും മേടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഷോപ്പ് തുറക്കാൻ. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയം കറക്റ്റായിരുന്നു. കുട്ടികൾ വന്ന് ബസ് ഇറങ്ങലും ഞങ്ങളവിടെ എത്തലൊപ്പമായിരുന്നു. പിന്നെ ജിഗറും മമ്മി എവിടെ പോയതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ജിഗറ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നുണയൊക്കെ പറഞ്ഞു അവനും കൊണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്പെഷ്യൽ സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. പിന്നെ ചെള്ളിക്കുട്ടി ഇതാ ഏട്ടൻ്റെ കൂടെ വണ്ടിയിൽ കയറി. അങ്ങനെ ജിഗറും വണ്ടിയിൽ കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവനും വണ്ടിയിൽ കയറി. പിന്നെ ഏട്ടൻ അവനെ കൊണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്ക് പോയിട്ട് കുട്ടികൾക്ക് വേണ്ട കഴിക്കാനൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ വൈകിട്ട് കട തുറക്കും. കാരണം 4:15 വരെയൊന്നും കട തുറന്നിട്ടില്ല. ഞാൻ അതിന് ശേഷം ഒന്ന് തുറക്കണം. എന്നിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് വരും. അപ്പോൾ അത്രയൊക്കെയുള്ള ഗൈസ് ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.